ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് ഏകദേശം അടുക്കാനായിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഈ എക്സാമിന് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു പൊസിഷനിൽ വന്നാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അത് ഈ എക്സാമിന് മാത്രമല്ല, എല്ലാ എക്സാമിനും അങ്ങനെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനി എപ്പോഴാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന അടുത്ത ചോദ്യം, അല്ലേ? അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് എക്സാക്ട്ലി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും 6 മാസത്തിൽ കൂടുതൽ നീണ്ടു പോകാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പോൾ 6 മാസം നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് നമുക്ക് അറിയാം. സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സിലബസാണ്. 6 മാസം ഈ ചെറിയ സിലബസ് തന്നെ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഒരു 35 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം ഈ 35 ദിവസത്തിന് ശേഷം റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്ങുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു പൊസിഷനിൽ നമുക്ക് കയറി പറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രെയിമാണ്. അതായത് നിങ്ങൾക്ക് ഒരു സ്കെൽറ്റൻ പോലെ ഒരു രൂപം തരികയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം തരികയാണ്. അത് നിങ്ങൾ ഫില്ല് ചെയ്തെടുക്കുക. അതായത് ഒരു 35 ഡേയ്സ് സ്റ്റഡി പ്ലാൻ റഫ്ലി തരികയാണ്. യു ക്യാൻ ഫോളോ ഇറ്റ് വിത്ത് യുവർ കസ്റ്റമൈസേഷൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ഇത് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സബ്ജക്ട്സിൻ്റെ ഒരു ഓർഡറൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. സോ നമുക്ക് നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ഫേമസ് കോട്ടോട് കൂടി തന്നെ തുടങ്ങാം. ടു ബി ലൈക്ക് ദ സൺ യു നീഡ് ടു ബേൺ ലൈക്ക് എ സൺ. നമുക്കറിയാം, സണ്ണ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പം സണ്ണിനെ പോലെ ആവണമെങ്കിൽ യു മസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. അതായത് നമ്മളൊരു റോൾ മോഡൽ അല്ലെങ്കിൽ നമ്മളൊരു നല്ല പൊസിഷനിൽ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കുറേ ഹേർഡിൽസും കടന്നാൽ മാത്രമേ നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. പല എക്സാമും കഴിയുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, ഈ എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് അറിയത്തില്ല, കീ നോക്കിയപ്പോൾ മാർക്ക് കുറവാണ്. പക്ഷേ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് ഹേർഡിൽസിലൂടെ കടന്നു പോയാൽ മാത്രമാണ് നമ്മൾ ഏറ്റവും വലിയൊരു പൊസിഷനിൽ എത്തത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഓരോ സ്ട്രഗിളും നമ്മൾ അങ്ങനെ നേരിടേണ്ടതാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സിലബസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും സബ്ജക്ട്സ് ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്കുള്ളത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒഴിവാക്കി ഒരു ഓവർസിയർ എക്സാം നടക്കാറില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമുക്കറിയാം, നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങളാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റായ സ്കെയില്, നമ്മൾ ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പറുകൾ എല്ലാം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സ്കെയിൽസിൽ നിന്നെല്ലാം സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ലെറ്ററിങ്, ഡയമെൻഷനിങ്, സ്കെയില്, പ്ലെയിൻ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻസ്, പ്രൊജക്ഷൻസ്, ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് സർവേയിങ് ആണ്. സർവേയിങ്ങിൽ നമുക്കറിയാം, ചെയിൻ സർവേയിങ് ഉണ്ട്, ലെവലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോണ്ടൂറിംഗ് ഉണ്ട്, തിയോഡലൈറ്റ് ഉണ്ട്, കോമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. ഇവിടെയും നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കി പഠിക്കേണ്ട ഭാഗമാണിത്, മോഡേൺ ആൻഡ് അഡ്വാൻസ് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന പോർഷൻ. ബിക്കോസ് അതിൽ നിന്നായിരിക്കും നമുക്ക് മെജോറിറ്റി നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ്. ഓക്കെ, ഇനി അടുത്തത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് 25+ മാർക്സ് വെയിറ്റേജ് ഉണ്ടായിരുന്നൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി. നമുക്കിത് എളുപ്പമുള്ള കാര്യങ്ങളാണ്. ബ്രിക്ക് ആണെങ്കിലും ടൈലാണെങ്കിലും സ്റ്റോൺ ആണെങ്കിലും സിമെൻറ്റ്, ലൈമ്, ഫില്ലർ മെറ്റീരിയൽസ്, PCC, RCC, ടിമ്പറൊക്കെ ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്സ് ആണെങ്കിൽ കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോകും. സോ മറന്നു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എക്സാം അടുപ്പിച്ച് പഠിച്ചു വെച്ചാലും നമ്മളെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കും അത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ മറന്നു പോവാതെ പഠിക്കാനായിട്ട് വാട്ട് യു ഹാവ് ടു ഡു ഇസ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ റിവൈസ് ചെയ്യാനൊക്കെ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ നിമി ബേസ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി. കറക്റ്റ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. സിലബസ് ഡിസ്കഷൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ഉണ്ട്. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനകത്ത് നമുക്ക് ഇറിഗേഷനിൽ നിന്ന് വെയിറ്റേജ് വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് PWD ഇറിഗേഷൻ ആയതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇറിഗേഷൻ കുറച്ച് നന്നായിട്ട് പഠിക്കണം. എസ്പെഷ്യലി നമുക്ക് ഡൈവേർഷൻ, ഹെഡ് വർക്ക്, അതുപോലെ തന്നെ CD വർക്ക്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്ലൂയിഡിനകത്ത് ആകെപ്പാട് പ്രോപ്പർട്ടീസ് ഫ്ലൂയിഡും മെഷർമെൻറ്റ് ഓഫ് പ്രഷർ, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ടോപ്പിക്കാണ്. പിന്നെ ഓട്ടോക്യാഡ് എടുത്താലും ഓട്ടോക്യാഡ് കംപ്ലീറ്റ്ലി നിമി ബേസ്ഡ് ബുക്കിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സിലബസ് എല്ലാവർക്കും അറിയാവുന്ന സിലബസ് തന്നെയാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ
ടോപ്പിക്സിലേക്ക് വരാം. എറൗണ്ട് ഒരു 57 ടോപ്പിക്കുകളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. 57 ടോപ്പിക്കുകളോളം നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അതായത് 60% നമ്മുടെ മാർക്സ് കിട്ടുന്ന സബ്ജക്ട്സ് ആയ, ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തുമൊക്കെ പറഞ്ഞാണ്, നമുക്ക് വരിക ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് ആദ്യത്തെ ആൾ. അതുപോലെ തന്നെ സർവേയിങ്, പിന്നെ നമുക്ക് വരിക ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷനാണ്. അപ്പോൾ ഈ 3 സബ്ജക്ട്സാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തരംതിരിക്കാൻ പറ്റുക. ഇതായിരിക്കും 60% നമ്മുടെ പേപ്പറിൽ കിടക്കുക. അത് ഏകദേശം ഇത് 25 മാർക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 60% ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ 3 പേരെയും എന്താ പറയുക ചുറ്റിപ്പറ്റിയായിരിക്കും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ വരുന്നത് ഈ സബ്ജക്റ്റുകളിൽ നിന്നായിരിക്കും. അതായിരിക്കും നമ്മൾ 60% കാറ്റഗറൈസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഇമ്പോർട്ടൻ്റ് ഒരുപാട്, അതായത് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കുറവായിരിക്കും. ലൈക്ക് ഇറിഗേഷൻ പോലുള്ള പേപ്പറുകൾ. ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്. ബിൽഡിംഗ് പ്ലാനിങ് ആണ്, ഡ്രോയിങ് അല്ല, ബിൽഡിംഗ് പ്ലാനിങ് ആണ്. അത് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പഠിക്കണമെന്നല്ല, 10% ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വരാറുണ്ട്. ഓട്ടോക്യാഡ് പോലെയുള്ള ടോപ്പിക്സിൽ നിന്ന് വരാറുണ്ട്. എന്നാലും വി ആർ കാറ്റഗറൈസിങ് ദ ടോപ്പിക്സിനെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ വരുന്ന ഏതൊക്കെയാണ്? ആസ് എ ടോൾഡ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ സർവേയിങ്, ക്വാണ്ടിറ്റി സർവേയിങ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഇത് 4മാണ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് കരുതപ്പെടുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ആദ്യം തന്നെ പഠിച്ച് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കേണ്ട സബ്ജക്ട്സ് ആണ് ഈ 4 ആൾക്കാർ. ഇനി അടുത്തത് നമുക്ക് ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അതിനകത്ത് വരുന്നതാണ് ഇറിഗേഷൻ, ബൈലോസ്, ഓട്ടോക്യാഡ്. ഇതൊക്കെ നമുക്ക് മാർക്സ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ലെസ് ഇമ്പോർട്ടൻ്റ്, നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇട്ട് ഏറ്റവും അവസാനം പഠിക്കാനായിട്ട് വെക്കും. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ബൈലോസ് ആണെങ്കിലും ഓട്ടോക്യാഡ് ആണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ആസ് നമുക്ക് മാർക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനകത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇനി ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റിനകത്ത് വരുന്നതാണ് ഹൈഡ്രോളിക്സ്. ഹൈഡ്രോളിക്സിന് നമുക്കറിയാം ആകെപ്പാട് പ്രഷർ മെഷർമെൻറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡൊക്കെ മാത്രമേ ഉള്ളൂ. അത് അവസാനം പഠിച്ചാലും മതി. അതുപോലെ തന്നെ അടുത്തതാണ് RCC. RCC എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാട് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കൂട്ടത്തിൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പറയുന്നത് കൊണ്ട് RCC റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വി ആർ അക്കൗണ്ടബിൾ ടു ആൻസർ. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് സമയമെടുത്ത് ഒന്ന് പ്രിസൈസായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രിസൈസായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്, അതായത് നമുക്ക് എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന RCCയിലെ കുറച്ച് ടോപ്പിക്സ് മാത്രം നിമിയുടെ ബുക്കൊന്ന് വായിച്ചതിന് ശേഷം, നിമിയുടെ ബുക്കിനകത്ത് ക്ലിയർലി മെൻഷൻഡ് ആയിരിക്കും, വായിച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എടുത്ത് വെച്ച് കൺസൈസായിട്ട് ഒന്ന് എഴുതി വെക്കുക. RCC ഏറ്റവും അവസാനം പഠിച്ചാൽ മതി. പിന്നെ മെക്കാനിക്സ് ഒന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ കൂടി എന്തെങ്കിലും ഒരു ഡെഫിനിഷനോ മറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് മൊമെൻറ്റ് പഠിക്കാനായിട്ട് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം പഠിച്ചതിന് ശേഷം ഇൻ ദ സെൻസ് ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെയും ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഒരു ദിവസം വൈസ് ഒന്നുമല്ല, ആദ്യത്തെ 5 ദിവസത്തെ എടുക്കുകയാണ്. Day 1 to 5 എടുത്ത്, ഇപ്പോൾ നിങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ബ്രിക്ക് ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, ടൈലുണ്ട്, ടിമ്പർ ഉണ്ട്, കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 5 ടോപ്പിക്സ്, ഏതെങ്കിലും 5 ടോപ്പിക്സ് എടുക്കുക. ഓരോ ദിവസം ഓരോ ടോപ്പിക്, 5 ദിവസം ഉണ്ടല്ലോ, Day 1 to 5. അപ്പോൾ ആദ്യത്തെ ദിവസം ഇപ്പോൾ ബ്രിക്ക് എടുക്കുവാണെങ്കിൽ എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ പ്രോബ്ലംസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക് ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്രിക്കിൽ നിന്ന് ഏതൊക്കെ എടുത്ത് നമുക്ക് മാനുഫാക്ചറിങ് എടുത്താലും, ഇൻഗ്രീഡിയൻസ് എടുത്താലും, ഇൻഗ്രീഡിയൻസിൻ്റെ ഫംഗ്ഷൻ എടുത്താലും, ഇൻഗ്രീഡിയൻസ് എക്സസ് ആവുന്ന കാര്യം ചോദിച്ചാലും എല്ലാ പോയിൻറ്റും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പോയിൻറ്റ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ പോയിൻറ്റ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അവയെല്ലാം മനസ്സിലാക്കുന്നതാണ് 1 to 5. നമ്മൾ എന്താ ചെയ്യുന്ന, നമ്മൾ ആദ്യത്തെ 5 ദിവസം കൊണ്ട് പഠിച്ചു, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ക്വസ്റ്റ്യൻസും ചെയ്യുകയാണ്. അതായത് നമ്മൾ ബ്രിക്ക് പഠിച്ച് തീരുക, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സമയമെടുത്ത് ബ്രിക്ക് പഠിച്ച് അന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്.
ഇനി 6th ഡേ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. വി ആർ ജസ്റ്റ് റിവൈസിങ്. നമ്മുടെ നോട്ട്സ് ഉണ്ട്, ഈ നോട്ട്സ് വെച്ച് ജസ്റ്റ് റിവിഷൻ മാത്രമാണ്. അപ്പോൾ റിവിഷൻ മീൻസ് റീവിഷൻ. നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നുകൂടി അതിനെ ഒന്ന് നോക്കിക്കാണുകയാണ്. അപ്പോൾ ഈ റിവിഷൻ നോട്ട് മാത്രം എടുത്ത് പഠിച്ചാൽ മതിയാവും. പിന്നെ 7 to 11 വീണ്ടും എന്താ ചെയ്യുക, 6 to 10 വീണ്ടും 4 ടോപ്പിക്സ് എടുത്ത് അതെല്ലാം പഠിക്കുക. ഇനി 12ഉം 13ഉം, അതായത് 12ാമത്തെ 13ാമത്തെ ദിവസം 2 ദിവസം നമ്മൾ വിട്ടിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ച ഒരൊറ്റ ദിവസം റിവിഷൻ വിട്ടു, രണ്ടാമത്തെ ആഴ്ച 2 ദിവസം വിടുന്നുണ്ട്. അപ്പം ഈ 1 to 5 പഠിച്ചതും 7 to 11 പഠിച്ചതും കമ്പൈൻ ചെയ്ത് 12ാമത്തെയും 13ാമത്തെയും ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. അപ്പം ആദ്യത്തെ ആഴ്ച പഠിച്ച് ഇവിടെ നമ്മൾ വീണ്ടും ഓർത്തെടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ ആഴ്ചകളിലും നമ്മൾ പഠിച്ചത് ഓർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ പോലെ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള തിയറി കൂടുതലായിട്ടുള്ള പേപ്പേഴ്സിലെ കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റുകൾ, അതായത് പ്രാക്ടീസ് ചെയ്യുക ഇൻ ദ സെൻസ് ടെസ്റ്റായിട്ടോ ക്വിസ്സായിട്ടോ. ഇപ്പോൾ നമ്മുടെ യൂസേഴ്സിനൊക്കെ ആണെങ്കിൽ ക്വിസസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്സ് വാങ്ങിച്ച് റെഫർ ചെയ്ത് അല്ലെങ്കിൽ MCQ ബുക്കുകൾ എടുത്ത് അതിൻ്റെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഇൻ്റർനെറ്റിൽ നിന്നുള്ള സോഴ്സസ് റിലൈ ചെയ്ത് പഠിക്കാതെ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രം റെഫർ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ നമ്മുടെ ടെസ്റ്റുകളും ക്വിസസും ഒക്കെ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക്. ദെൻ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾ പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ കൂടെ വേണ്ട ഒരാളാണ് റിവിഷനും പ്രാക്ടീസും മസ്റ്റായിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റഡി പ്ലാൻ പറഞ്ഞല്ലോ. നിങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രകാരം പോകുന്നെങ്കിൽ സ്റ്റഡി പ്ലാൻ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. സബ്ജക്ട്സ് ഞാൻ പറഞ്ഞ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പം പലരും എയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ചിലപ്പം ബിൽഡിംഗ് ബൈലോസിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാകത്തില്ല. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ബിൽഡിംഗ് ബൈലോസ് പഠിക്കാതെ അറിയാവുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ കൂടെ ബിൽഡിംഗ് ബൈലോസ് പഠിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും സൈക്കോളജിക്കലി കുറച്ച് നിങ്ങൾ കോൺഫിഡൻ്റായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരു ബുക്ക് എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ബുക്സ് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ബുക്ക് എടുത്തപ്പോൾ രംഗ്വാലയുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എടുത്ത് അത് ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കണം എന്നല്ല പറയുന്ന, സിലബസിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, അതായത് ഇപ്പം ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തൊരു കാര്യം നമ്മൾ വായിച്ചു, നമുക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ അതിന് വേണ്ടി കൂടുതൽ ടൈം കളയാതെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ എപ്പോഴും ഓർക്കുക, ടൈം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഫാക്ടറാണ്. ബിക്കോസ് നമുക്കറിയത്തില്ല, എക്സാം പെട്ടെന്നായിരിക്കും കയറി വരിക. നമുക്ക് ഈ വർഷത്തെ കലണ്ടറിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നതിൻ്റെ മുറയ്ക്ക് എക്സാം ആഡ് ആക്കുമെന്ന് PSC ആദ്യമേ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ഡിലേ ആയി പോകുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എക്സാം വന്നു കഴിഞ്ഞാൽ ഓൾവേസ് ബി പ്രിപ്പയർഡ് ടു ഫേസ് ഇറ്റ്. അപ്പം സമയം എപ്പോഴും ഓർക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു എത്ര ഡേയ്സ് നമുക്ക് മിനിമം കൊടുക്കണം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് 10 ഈച്ച് കൊടുക്കാം. അതായത് ഓരോ ബിൽഡിംഗ് മെറ്റീരിയൽസിനും കൺസ്ട്രക്ഷനും കൂടി 10, അതായത് 10 ദിവസം വീതം കൊടുക്കാം. ഇനി സർവേയിങ്ങിന് 10 കൊടുക്കാം, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് 10 കൊടുക്കാം. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയിങ്ങിന് ഒരു 10 വീതമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 30 ദിവസം, നമ്മൾ 35 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷന് 10 ദിവസം എന്ന് പറയുന്നത് ചിലപ്പം അത് ഡിപ്പെൻഡ് ചെയ്യും. 10 ദിവസം ഞാൻ മാക്സിമം എടുത്തിട്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് നന്നായി പഠിക്കുന്ന ഒരാൾക്ക് 10 ദിവസം വേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ചിലർ ഒരുപാട് സ്ലോ ആണെങ്കിൽ അവർക്ക് 10 ദിവസം ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ 10 ദിവസത്തിന് മുമ്പേ പഠിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എന്തായാലും എന്ത് ചെയ്യുക, അതിന് മുന്നേ പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ 35 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഞാൻ മാൻഡേറ്ററി ആയിട്ട് 35 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കണം എന്നൊന്നുമല്ല പറയുന്നത്. ഈ 10 എന്ന് പറയുന്നത് മിനിമം 10 ഇട്ടില്ലെങ്കിൽ കാര്യമില്ല. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് റിവിഷനും എല്ലാം ഉൾപ്പെടുത്താതെ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 10 ദിവസം ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിന് 10 എന്ന രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ചിലപ്പോൾ 10ന് മുമ്പേ തീരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇനി 35 ദിവസത്തിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ഒരു ടൈം എടുക്കുന്നുണ്ടെങ്കിൽ 35 ദിവസം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം.
ഓക്കെ. പിന്നെ നമുക്ക് എളുപ്പമുള്ള സബ്ജക്ട്സ് ഉണ്ടല്ലോ. എളുപ്പമുള്ള സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസമെങ്കിലും ഓരോ സബ്ജക്റ്റിന് വീതം നമ്മുടെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലെസ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സിന് കൊടുക്കേണ്ടി വരും. 6 ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയ സിലബസ് അല്ല നമ്മുടെ. 6 ദിവസം വേണ്ടി വരത്തില്ല. എന്തായാലും കമ്പൽസറി റിവിഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് OMR ഷീറ്റിൽ തന്നെ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ബബിള് നമ്മൾ പുതിയതായിട്ടല്ല എക്സാം ഹോളിൽ പോയിരുന്ന ബബിള് ആദ്യമായിട്ട് കാണുന്ന ഒരു പേടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവും. പിന്നെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പേ സ്പെയർ ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് നമ്മൾ നോക്കൂ. അല്ല വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, അത് റിവിഷന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഫോർമുലാസ് ആണെങ്കിലോ അല്ലെങ്കിൽ മറന്നു പോകുന്ന വാല്യൂസ് ആണെങ്കിൽ യെല്ലോ കളർ വെച്ചൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി വേഗം ഗ്രാസ്പ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്ന സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഇത്രയേ ഉള്ളൂ. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ആസ് സച്ച് നിങ്ങൾ ചെയ്യേണ്ടുള്ളത് നിങ്ങളുടെ ടോപ്പിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, ലീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തരംതിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു നോളജ്, ഇപ്പം ഞാൻ ഇതൊരു 10 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 10 അല്ല. അതുകൊണ്ട് ഒരിക്കലും 35 ദിവസം സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട സ്റ്റഡി പ്ലാൻ ഇതിനകത്ത് എടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 5 ദിവസം എടുക്കുക, 5 ദിവസം 5 ടോപ്പിക്ക് പഠിക്കുക, 6ാമത്തെ ദിവസം റിവിഷന് പോവുക. പിന്നെ ഉള്ള 3 or 4 ദിവസം എടുത്തിട്ട് ആ 4 ദിവസം പഠിക്കുന്നത് അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ചതും അതിൻ്റെ അടുത്ത ആഴ്ച പഠിച്ചതും റിവൈസ് ചെയ്യാനായിട്ട് കമ്പൽസറി ആയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ എന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ പറയത്തുള്ളൂ. അതായത് റിവിഷൻ മസ്റ്റായിട്ടും എല്ലാ ആഴ്ചയിലും ചെയ്തിരിക്കണം. എല്ലാ ദിവസവും പഠിച്ചത് ഓർമ്മിച്ചിട്ട് കിടക്കണം. അല്ലാതെ 35 ദിവസത്തെ കംപ്ലീറ്റ്ലി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ടു ഫോളോ ബൈ ഈച്ച് ആൻഡ് എവറി വൺ. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ലിമിറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയും. നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങണം, എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് എ വേ ടു അപ്രോച്ച് ദ എക്സാം. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി എക്സാമിന് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എക്സാം ഡേറ്റ് വരാൻ കാത്തിരിക്കേണ്ട. താങ്ക് യു ഓൾ.